ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ് ടീൽസ് ബൈ ആദർശ. കുറേ പേരായിട്ട് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ എക്സാം ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ഒരു ദിവസം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാണ്. എക്സാമിന് മുമ്പുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. എന്നാലും രാവിലെ ഒരു 4 മണിക്ക് എണീച്ച് 2 ചാപ്റ്റർ പഠിച്ചിട്ട് നമ്മൾ പവർ നാപ്പ് എടുക്കുകയാണ്. അതായത് ഇതേപോലെ ഒരു 4 മണിക്കൊക്കെ എണീക്കുന്ന സമയത്ത് തല ഭയങ്കര ഓവർഹെൽമിംഗ് ആയിട്ട് ഫീൽ കണ്ടിരിക്കാനായിട്ട് ഒരിച്ചിരി പഠിച്ച് കഴിയുമ്പോൾ നമുക്കൊരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ഒന്ന് ഉറങ്ങിയാൽ സെറ്റാവട്ടോ. ഞാനെപ്പോഴും അങ്ങനെ നേരത്തെ എണീക്കുകയാണെങ്കിൽ ചെയ്യാറുണ്ട്. കാരണം നമുക്കിപ്പോൾ തലയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ ആകെ കിളി പോലെ ഇരിക്കും. പിന്നെയും ഉറങ്ങി എണീച്ചിട്ട് നമ്മൾ നേരെ പോയി കുളിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് പഠിക്കാതിരിക്കുകയാണ്. കാരണം നമുക്ക് 6 ചാപ്റ്ററാണ് ഇന്ന് നമുക്കൊരു 9 മണി ടു 12 മണിക്കുള്ളിൽ തീർക്കാനുള്ളത്. അതിൽ ഓൾറെഡി 2 തീർത്തു കേട്ടോ, ബാക്കി 4 ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇന്ന് ഫ്രൈഡേ ദിവസമുണ്ട്, നമുക്ക് കുറച്ച് വൈകി പോയാൽ മതി. പക്ഷേ എന്നിട്ടും എനിക്കൊരു ചാപ്റ്റർ നോക്കാനുണ്ട്. നമുക്ക് പോകാൻ നേരമായി. ഞാൻ അത്രക്കങ്ങടൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല, എന്തെന്ന് അറിഞ്ഞോളൂ. ഇനി ഒരു ചാപ്റ്റർ നോക്കാനുണ്ട്. ഞാൻ സ്റ്റിൽ പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടോ ഒരു ഐഡിയ ഇല്ല എനിക്ക്. തിരിച്ചു കഴിഞ്ഞാൽ ഈ വ്ലോഗ് നല്ല അടിപൊളിയായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു. ബട്ട് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, പഠിത്തവും കാര്യങ്ങളും ബിസിയാണ്. എൻ്റെ മൈൻഡും എന്തോ ഓക്കെ അല്ല. ഞാൻ ബിസിനസ് ഇതിന് മുമ്പ് 2 തവണ എഴുതിയപ്പോഴും ഞാൻ ഇതേപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഇത് ഓക്കെ, ഇത് മോഡലല്ലേ, ഇത് ക്രിസ്മസ് എക്സാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ അന്നൊക്കെ എക്സാം നല്ല എളുപ്പമായിരുന്നു. ബട്ട് ഇപ്പം എനിക്കെന്തോ അങ്ങനെയൊന്നും എൻ്റെ മൈൻഡിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ളൊരു ഇത് കിട്ടാനുള്ള, അത് ഓവർ കോൺഫിഡൻസ് ആയി പോയതാണോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ മനസ്സിലായില്ലേ, കുറച്ച് ടെൻഷനൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ നിൽക്കുകയാണ്. കാരണം ബസ്സിലിരുന്നിട്ട് ആ നോക്കാത്ത ചാപ്റ്റർ നോക്കാമെന്നുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ ഞാൻ ഇരിക്കണത്. എനിക്ക് മുമ്പുള്ള ചെറിയൊരു സന്തോഷം എന്താ, ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഷോർട്സ് 50K ക്രോസ് ചെയ്തു എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നട്ടുച്ച വെയിലത്ത് എക്സാം എഴുതാൻ പോവാണ്. ഈ കാണുന്നത് എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ട് അമ്മി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് എൻ്റെ ഫോണിൽ സ്ലോ മോഡ് ഓപ്ഷനൊക്കെ എന്തിനാണ് ഇരിക്കുന്നതെന്നുള്ളത് ചിന്തിച്ചത്. വെറുതെ അങ്ങോട്ട് തിരിച്ച് സ്ലോ മോഡ് എടുത്ത് എന്തിനാണ് ഞാൻ ഈ ചിരിക്കണേന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ. ഗൈസ്, എക്സാമൊക്കെ എഴുതി വന്നു ഗൈസ്. അങ്ങനെ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ അമ്മയുടെ വക നല്ല തണുത്ത നാരങ്ങളുണ്ടാവും. അത് കുടിച്ച് കഴിയുമ്പോൾ ഇനി അമ്മയുടെ ഒരു സ്നേഹസമ്മാനം അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ നല്ല മക്ഡൊണാൾഡ്സിൻ്റെ ബർഗറും നഗ്ഗറ്റ്സുമാണ്. കഴിഞ്ഞ പ്രാവശ്യം അമ്മ വെജ് ബർഗറും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. പ്രാവശ്യം ചെറിയൊരു ചേഞ്ച്. അച്ചാച്ചന് ഞാൻ നഗ്ഗറ്റ്സ് കൊടുത്തപ്പോൾ അച്ചാച്ചന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച അത് വീട്ടിലുണ്ടാക്കാനുള്ള പ്ലാനിലിരിക്കുകയാണ്. ഞാൻ പണ്ട് കൊറോണ സമയത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ്. ഹേ ഗൈസ്, നല്ല മഴ വരാൻ പോകുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു കുറേ നാൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ മഴ പെയ്യുന്നതിക്ക് മുമ്പുള്ള ആ ഒരു മൂടി കിട്ടിയ ഒരു ക്ലൈമറ്റ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്നും വെറുതെ ഇരിക്കുകയാണെന്നാൽ ടെറസ് വരെ വരാൻ വിചാരിച്ചു. ഞാൻ വ്യൂ കാണിച്ചു തരാം. മഴക്കാലൊക്കെ കണ്ടപ്പോഴേക്കും കുറേ നാൾക്ക് ശേഷം ടെറസിലേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഉണ്ടോ മൊത്തം ഇരുട്ട്. പിന്നെ 6:30 മണിയായി, അത് വേറൊരു കാര്യം. എന്നാലും നല്ല രസമല്ലേ. ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ആക്ച്വലി പറഞ്ഞുതരാം. ഇന്നലെ 6 ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് ബാക്കി 6 ചാപ്റ്റേഴ്സ് ഇന്ന് പഠിക്കാനുള്ള ഒരു ഐഡിയയിലായിരുന്നു. രാവിലെ തൊട്ട് ഉച്ച വരെ പഠിക്കാനുള്ളത്. അപ്പോൾ അത് എന്തായാലും പഠിച്ച് തീരും എന്നുള്ളത് എനിക്കറിയാം. കാരണം പഠിച്ച് തീരണമെങ്കിൽ ഞാൻ എന്തായാലും എക്സാം എഴുതാൻ പോകില്ല. പക്ഷേ ഒരു പോയിൻ്റ് എത്തിയപ്പോഴേ, കാരണം ഓരോ മണിക്കൂർ നമ്മളൊരു ചാപ്റ്റർ വെച്ച് അടുപ്പിച്ച് നോക്കണമായിരുന്നു. അപ്പോൾ ഒരു പോയിൻ്റ് എത്തിയപ്പോഴേക്കും ഞാൻ ആകെ സ്ട്രെസ്ഡായിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളൊരു ഇതായി. അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച പോലെ പഠിപ്പൊന്നും നടക്കാനുള്ള വീഡിയോ എടുക്കാനും ഞാൻ ഇന്ന ദിവസം നല്ല രീതിയിൽ വീഡിയോ എടുക്കണം വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് അതും ചെയ്യാൻ പറ്റണില്ല. ഞാൻ ആകെപ്പാട് എന്തായിരിക്കും ഔട്ട്കം എന്നുള്ളതിൽ ഇച്ചിരി ടെൻസ്ഡായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ വ്ലോഗ് എടുക്കാനായിട്ട് നല്ല രീതിക്ക്. പക്ഷേ ആ ഒരു ഔട്ട്കം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് തോന്നണില്ല. ശരിയാക്കൊന്നും നടക്കണില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എക്സാം വാസ് ഓക്കെ ആയിരുന്നു, നല്ലതായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ അത്ര ടഫായിരുന്നു. കാരണം മോഡലിന് നല്ല സിമ്പിൾ പേപ്പറായിരുന്നു. മോഡലിനും ഞാൻ ഇതേപോലെ പാടായിരിക്കും എന്ന് പറഞ്ഞ് പോയിട്ട് മോഡലിന് സിമ്പിളായിരുന്നു, പക്ഷേ പേപ്പർ കിട്ടിയില്ല. ഇത് പക്ഷെ അത്ര ടഫൊന്നും ആയിരുന്നില്ല, എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ മറന്നുപോയി, എന്നാലും നമുക്കൊരു കണ്ടൻറ്റ് ഉള്ളിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തു. എക്സാമിനൊരു 15 മിനിറ്റ്സ് മുമ്പ് എൻ്റെ എഴുതിയിരുന്നു. ഞാൻ വീട്ടിൽ പോകും. നമ്മുടെ വീഡിയോ 82.K ഗൈസ് ഫോർ ദ ഫസ്റ്റ് ടൈം. തിരിച്ച് നമ്മൾ വീടെത്തിയിട്ട് ഒരു സിനിമ കാണാൻ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. ഈ വിത്ത് ലവ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പടം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി തമിഴ് മൂവീസ്. തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു പെർഫെക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിലും അടിപൊളിയായിട്ടുള്ള വ്ലോഗ്സ് ആയിട്ട് ഇനിയും കാണാം. ബൈ.